ഹായ്, ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു മസാല ദോശ കഴിച്ച കഥയാണ് കേട്ടോ. നമ്മളങ്ങനെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതായിരുന്നു. പോയിട്ട് തിരിച്ചു വരുന്ന വഴി നമ്മൾ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലും കൂടി ഒന്ന് കയറി. കുറേ നാളായി വിചാരിക്കുന്നു ഇവിടെ വരണമെന്ന് കേട്ടോ. ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുഞ്ഞിനെയും കൂട്ടി, കുഞ്ഞനാണെങ്കിൽ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. സാധാരണ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മസാല ദോശ നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് പുറത്ത് തന്നെയായിട്ട് ഹോട്ടൽ കൈലാസമുണ്ട്. അവിടുത്തെ മസാല ദോശ നല്ല സൂപ്പർ മസാല ദോശയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ കയറി കേട്ടോ. ഭയങ്കര തിരക്കാണ് അവിടെ, എപ്പോൾ പോയാലും നല്ല തിരക്കാണ്. നമുക്ക് ചില സമയത്ത് വെയിറ്റ് ചെയ്താലാണ് ഇരിക്കാൻ വരെ സീറ്റ് കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഒരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ ഇരുന്നു. കുഞ്ഞൻ്റെ കണ്ണാണെങ്കിൽ നേരെ പോയത് ലോലിപോപ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ അവനൊരു ലോലിപോപ്പും വാങ്ങിച്ചു കൊടുത്ത് മസാല ദോശയ്ക്ക് വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കുറേ കാത്തിരുന്ന് നമ്മുടെ മസാല ദോശ വന്നു കേട്ടോ. അടിപൊളി മസാല ദോശയാണ്, പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ അവിടുത്തെ കസ്റ്റമർ സർവീസ് അത്ര പോരാ. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്രയും തിരക്ക് വരുമ്പോൾ ആർക്കായാലും ഒരു ഇതുണ്ടാവുമല്ലോ. അതനുസരിച്ചിട്ട് ഇത് ചെയ്യാനുള്ള സ്റ്റാഫുകൾ അവിടെ ഇല്ലയെന്ന് തോന്നുന്നു. കസ്റ്റമർ സർവീസും കൂടി കുറച്ച് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ അടിപൊളി ഹോട്ടലാണ്. മസാല ദോശ കഴിക്കണമെങ്കിൽ ഇനി ആ വഴി പോകുന്നവരുണ്ടെങ്കിൽ അവിടെ കയറി കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇനി വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.